ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ വന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് തുറന്നിക്കണം കേട്ടോ. ഇപ്പോൾ ചാനൽ തുറന്നാൽ അങ്ങനെ വെളിച്ചം വെച്ചൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ വെളിച്ചം വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവണുണ്ട്. കുഴപ്പമില്ല, സാവധാനം വന്നാൽ മതി. നമുക്ക് ധൃതിയൊന്നുമില്ലേ. ഇന്ന് ഞാൻ കുറച്ചുകൂടി നേരത്തെ കിച്ചണിൽ കയറിയിരിക്കണം കേട്ടോ. കാരണം ഇന്ന് കെട്ടിയവന് നേരത്തെ കാലത്തെ പോണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടേനു. മൂപ്പരോട് ഞാൻ ആദ്യമേ പറഞ്ഞിക്കണ് എങ്ങോട്ടെങ്കിലും അല്ല കേട്ടോ, ചില ദിവസം പണിക്ക് നേരത്തെ പോകേണ്ട ദിവസങ്ങൾ വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ള ദിവസം തലേന്ന് തന്നെ ഒന്ന് പറയണേ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് കിച്ചണിൽ കയറുക. അപ്പോൾ ഓൽക്ക് പോകാൻ സമയമാകുമ്പോഴത്തേന് ആയി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ചായ എടുക്കാതെ പോയാൽ എനിക്ക് ഭയങ്കര ഒരു ഗതികേടാണ് കേട്ടോ. മൂപ്പര് ചിലപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ആയിട്ടില്ലെങ്കിൽ വേണ്ട ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഹോട്ടലിൽ നിന്നൊക്കെ പോയി കുടിച്ചും. പക്ഷെ രാവിലത്തെ ചായക്കടി കുടിച്ചാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കന്ന് വൈകുന്നേരം മൂപ്പര് വരുന്ന വരെ ഒരു എന്താ പറയുക, ഒരു സൈസ് ഒരു ഇടങ്ങേറിയിരിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ പരിപാടി ചെയ്യാൻ പാടില്ല, രാവിലെ ചായ കുടിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം പിന്നെ മൂപ്പര് തലേ ദിവസം തന്നെ പറയും കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പൂരിയും ഭാജിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഈ പത്തിരി പ്രസ്സും അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തുണി ഇടുകയാണെങ്കിൽ അതിങ്ങനെ തെന്നി നീങ്ങൂല എന്നുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ പലരും ഓരോ കമൻസൊക്കെ ഓരോ ടിപ്സൊക്കെ കമൻസ് ആയിട്ട് ഇടലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറ്റണതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. ചില അറിയാത്ത അറിവുകളൊക്കെ പലയിടത്തുനിന്നും പകർന്നു തരാൻ നമ്മളെ കമൻറ്റ് ബോക്സ് ഉപകാരപ്പെടലുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യക്ക് ചില അറിവുകൾക്കൊക്കെ ചില ചില ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇത് സൺഫ്ലവർ ഓയിലാണേ. അപ്പോൾ അതൊന്ന് ഞാൻ നിറച്ച് വെക്കുകയാണ് കേട്ടോ. നമുക്ക് പൂരി പൊരിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. നല്ല സുഖമുള്ള പരിപാടിയാണ്. രാവിലെ നീച്ചാൽ ഒക്കത്തിങ്ങനെ ഇരിക്കുക ഒരു അരമണിക്കൂർ. ഭയങ്കര റിലാക്സേഷൻ അല്ലടാ. ആഹാ, ഇപ്പം ആൾക്ക് എന്തൊക്കെ വെച്ചു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല മാന്യമായിട്ടൊക്കെ അങ്ങനെ നിന്നേരും. കാലവർഷം എങ്ങനെയുണ്ട് നിങ്ങളവിടെയൊക്കെ? നമ്മളിവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരു മഴൻ്റെ തക്കം കണ്ടപ്പോൾ മഴക്കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാലോ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറച്ച് സമയം ആ കറുത്ത തണ്ടുമ്മലും ഈ വായൻ്റെ ഇലല്ലോ, ചേമ്പിൻ്റെ ഇലമ്മലും ഒക്കെ ഒന്ന് തൊട്ടും തലോടിയും ഇതിങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുമല്ലോ, ഇതിങ്ങനെ ഇടക്ക് വന്ന് തട്ടുക. ഇതാണ് ഇപ്പം എൻ്റെ പ്രധാന ഹോബി. എപ്പോഴൊന്നുമില്ല കേട്ടോ, ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ കാണുമ്പോൾ ആ ഒരു പഴയ ആ ഒരു എന്താ പറയുക, നമ്മൾക്ക് എത്ര തള്ള വൈബിലെത്തിയാലും ആ ഒരു കുട്ടിത്തം നമ്മളെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പം അതൊന്നും നടത്താതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ പായ് കിടക്കപ്പായി ഒന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കട്ടെ. നമുക്ക് ഒരു കട്ടിലുണ്ട്, അതിമ്മ കൊള്ളാത്ത പോലെയൊക്കെ ദാ ഇവിടെ ഈ ബെഡ് ഇട്ടിട്ടും പായിട്ടിട്ടും ഒക്കെ കിടക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മയും കൂടി ഉണ്ട്. അപ്പം പിന്നെ പായും ഒക്കെ ഇട്ടിട്ട് നിലത്തും അങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. ഞാനിതൊക്കെ മടക്കി വന്നപ്പോഴേക്കേ എൻ്റെ അസിസ്റ്റൻ്റ് ഇതാ ഇറങ്ങി പോവേനെ. ഞാൻ പിടിച്ച് നിർത്തി ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അസിസ്റ്റൻ്റ് ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ സഹായിച്ചിങ്ങനെ നിൽക്കും. പക്ഷേ എപ്പോഴാണ് അവ കണ്ണിൽ നോക്കി കണ്ണിലെ കൃഷ്ണമണി വെക്കുക എന്ന് പറയും പോലെ ഒരാറ്റ പോക്കാണ് കേട്ടോ. അപ്പോൾ പിടിച്ച് ഞാൻ വീണ്ടും അകത്ത് കയറ്റിക്കണേ. അപ്പോൾ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനല്ലേ ചൂടുവെള്ളത്തിനുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ വെച്ചു കൊടുത്തത്. അപ്പം ഞാൻ 2 കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് അതൊന്ന് പൊരിച്ചു കൊടുക്കട്ടെ. കുറേ ദിവസമായി കിഴങ്ങ്, സോയാ ചങ്ക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊരിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതൊന്ന് പൊരിച്ചു കൊടുക്കുക എന്നുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എപ്പോഴും കൊടുക്കലും പ്രോത്സാഹിപ്പിക്കലും ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ. കാരണം അവർക്ക് സ്കൂളിൽ ഒരു ഉപ്പേരിയും ചാറുകറിയും ഒക്കെ കിട്ടും. പക്ഷേ പെരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ അവർക്കുള്ള ഒരു ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും കേട്ടോ.
ഇന്നലെ കെട്ടിയവന് മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കണത് അതാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ മീൻ വെറുതെ വെക്കരുത്, എന്തെങ്കിലും പാത്രത്തിൽ വെക്കണം എന്നുള്ളത്. ദാ ആ വാക്ക് വലിച്ചിക്കണ്. ചിലപ്പോൾ വലിയൊരു രണ്ടാവില് കൊണ്ടേങ്ങാണ്ട് ഒരു മീനിനെ വെക്കും, അല്ലെങ്കിൽ ഇതാ ഇതേപോലെ കുഞ്ഞു സാസറിൽ കൊണ്ടുപോയി വെക്കും. പാത്രത്തിൽ വെക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എത്ര വലിപ്പമുള്ള പാത്രമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. ഇതിപ്പോൾ എന്താ അത്, ഒരു ബാറ്റാക്കിയാണ് വേണമെങ്കിൽ കളിച്ചാൽ. ഞാനേതായാലും ആ പാത്രത്തിൽ നിന്ന് കടർത്തിട്ട് വേറൊരു പാത്രത്തേക്ക് ഇട്ടപ്പോൾ എൻ്റെ അസിസ്റ്റന്റ് വന്ന് കുറച്ച് സമയം മീനിനോട് വർത്താനം പറയണമെന്ന്. എന്നാൽ ഇനിയിപ്പോൾ മൂപ്പര വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആവാം ഞമ്മള് പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞു നിന്നപ്പോൾ പിന്നെ മീനിന്റെ മീയത്ത് കിടക്കൽ തുടങ്ങിട്ടോ. അതിനെ കിളുമ്പലും ഉണ്ടാക്കലൊക്കെ ആയി. അപ്പൊ ഞാനത് വാങ്ങി വെള്ളത്തിലിട്ടിക്കണേ. അപ്പൊ ഇവിടെ ഭയങ്കര ഒരു പട നടക്കണ കരച്ചില്. അപ്പൊ ഞാൻ ഒരു കുക്കുമ്പർ ഉണ്ടായിനി കേട്ടോ. അപ്പൊ അത് ഒന്ന് ചെത്തിക്കാണ്ട്, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പൊ ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ടേ ഒന്ന് വട്ടത്തിൽ മുറിച്ചിട്ട് അതിലൊരു ഇത്തിരി പഞ്ചസാര ഒന്ന് വിതറിട്ടിട്ട് കൊടുത്താല് കുറച്ച് സമയം അയിമങ്ങനെ പോയിക്കോളൂ കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മീന് കളിക്കാൻ കൊടുക്കണം, അതാണ് ഇപ്പൊ ഉള്ള ഒരാൾക്കട്ടോ. അപ്പൊ ഒറ്റക്കാവുമ്പോ ഇങ്ങനെ എന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തൊയ്പ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് ആളെ ഹോബി. അപ്പൊ കിഴങ്ങുണ്ടല്ലോ, ഞാൻ ലാസ്റ്റ് കുറച്ച് ഓയിലുള്ള ഇനിയെ ഇതിപ്പോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും പോലെയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ഓയിലും കൂടി പറ്റി വന്നപ്പോഴേ എന്താ 2 ട്രിപ്പ് ആക്കിയാണൊക്കെയാണ് പൊരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് കണ്ട് അങ്ങോട്ട് എന്താ പറയുക ഒരു ഉപ്പേരി മാതിരിയാണ് ആക്കിയെടുത്തു. എന്നാൽ ഫ്രൈ ആയ ചോദിച്ചാൽ ഫ്രൈ ആയും ചെയ്തു, എന്നാൽ മുക്കി പൊരിച്ചെടുക്കണ ആ ഒരു രീതിക്കുമല്ല, അങ്ങനെ ഒരു തട്ടിക്കൂട്ട്. എന്നാലും മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ അതാ പോലിക്കുള്ളത് റെഡിയായി. അപ്പം ഇനി വേഗം രാവിലെ തന്നെ എന്താ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് സാമ്പാറാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേനി, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നിങ്ങൾക്ക് 2 ബെഡ്ഷീറ്റ് വാങ്ങിക്കൂടെ എന്നുള്ളത്. ആ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേനോ, ആ വീഡിയോൻ്റെ അടിയിലാണ് കേട്ടോ ആ കമൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ ആ പാത്രങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പൈസക്ക് വാങ്ങണ പാത്രങ്ങളൊന്നുമല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ അധികം പാത്രങ്ങളൊന്നും ഞമ്മക്കും ഇല്ല. ഞാൻ ഈ വരുന്ന പാത്രങ്ങൾ തന്നെയാണ്, അതിൽ തന്നെയാണ് കുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ, അതിലടി പിടിക്കണില്ല എന്നുള്ള കാര്യങ്ങളും നല്ല കട്ടിങ് കാനുണ്ട്, അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. അപ്പം നല്ല വിലയാണ്. അത് വില കാണുമ്പോഴാണ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കമൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വിലയുണ്ട്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനായതുകൊണ്ട് നല്ല കട്ടിങ് അങ്ങനെയൊക്കെ ഉള്ള പാത്രമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ 3 ലെയർ കോട്ടിങ് തന്നെ ആ ഒരു പാത്രമാണ് കേട്ടോ. അപ്പം 4.5 ലിറ്ററിൻ്റെ അത്യാവശ്യം നമുക്കൊരു 1 കിലോൻ്റെ നെയ്ച്ചോറൊക്കെ വെക്കാം, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഞാൻ 2 ദിവസത്തിനുള്ള സാമ്പാറായിട്ടാണ് ഈ ഒരു വലിയ ചെമ്പട്ടി എടുത്തത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ പകുതിക്ക് തന്നെ ഇല്ല. അപ്പോൾ ഞാൻ മറ്റേ ആ പാത്രം ഉണ്ടല്ലോ, ആ 2 കയ്യിലെ പാത്രം, അത് കൈകാലിലെ മടിക്കാണ് ഇപ്പോൾ ഇതിൽ വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ കിട്ടുന്ന പാത്രങ്ങളിൽ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യല് കേട്ടോ. പിന്നെ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ പാത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. പിന്നെ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തപ്പോൾ ബലം പിടിച്ച് നിന്ന മീനൊക്കെ ഇതാ ഞാൻ വെള്ളത്തിലിട്ടിട്ട് താള് പോലെ വാടി വന്നിക്കണം കേട്ടോ. പിന്നെ ഇതന്നേ വേഗം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. എൻ്റെ സനിക്കുട്ടൻ ഈ മീൻ കൈ പിടിച്ചപ്പോഴത്തേന് വീണ്ടും തുടങ്ങിയിരിക്കണം കേട്ടോ ബതിർപ്പട. ആ മീൻ ഓൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കാൻ. ആ വലിയ മീനിനെ കണ്ടിട്ട് ഓനില്ലാത്ത കൗതുകമൊന്നുമില്ല. ഓൻ എന്താ വെച്ചാൽ അത് ഇങ്ങനെ കിളുമ്പണം, അത് കിളുമ്പി ആണ്ട് ഓനക്കൂടെ കൊടുത്താൽ പിന്നെ അതെങ്ങനെയാണ് ഞാൻ നന്നാക്കി എടുക്കുക ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. കയ്യും കാണിച്ച് അങ്ങനെ ചോദിച്ചു കൊടുക്കുകയാണ്. ഇനി ഏതായാലും ഞങ്ങൾ രണ്ടാളും സഹകരിച്ച് ഈ മീനൊന്ന് നന്നാക്കി കൊണ്ടുവരട്ടെ കേട്ടോ, എന്നെങ്കിലേ കാര്യം നടക്കുള്ളൂ. ആ കിടുകിട് പിന്നെ മീനൊന്ന് നന്നാക്കുമ്പോൾ ശരിയാവും കേട്ടോ. പിന്നെ മീൻ നന്നാക്കുമ്പോൾ പൂച്ചകളൊക്കെ വരുമല്ലോ, അപ്പോൾ പിന്നെ ഓല വടിയിൽ താട്ടാനൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഒക്കെ ആയിട്ട് ഞങ്ങൾ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ കരിഞ്ഞത് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മാനം കെടുത്താനായിട്ട്.
ഇന്ന് അജുവിന് ഉച്ചതിരിഞ്ഞിട്ടാണ് കേട്ടോ ഓന് പരീക്ഷ തുടങ്ങിയിരിക്കണേ. അപ്പൊ നീയക്കുട്ടി പരീക്ഷ 2 ദിവസം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾക്ക് പോകാൻ ഭയങ്കര മടി ഉണ്ടായിനി കേട്ടോ. പിന്നെ ഓക്ക് ഇഷ്ടപ്പെട്ട കിഴങ്ങ് പൊരിയാണ് എന്നൊക്കെ കണ്ടപ്പോ പിന്നെ അങ്ങോട്ട് ആ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ഹെയർ സ്റ്റൈലും മാറ്റിട്ടോ. മിനിറ്റിന് ഒന്നൊന്ന് കാണുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ട മറ്റേത് മതി എന്നൊക്കെ ഇങ്ങനെ ഓരോരോ തോന്നലാണ് കേട്ടോ. സലാം പറയൂ. വലൈക്കും അസ്സലാം. പോകണ്ട കേട്ടോ. എന്നാണെങ്കിൽ അജുല്ലാത്തോണ്ട് ഭയങ്കര മടി ഉണ്ടേനു. അപ്പൊ ഏതായാലും പിന്നെ ഒരു വിധത്തിലൊക്കെ സോപ്പിട്ട് അങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പരിപാടിയൊക്കെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കി. പിന്നെന്താ മീനുണ്ടല്ലോ അത് ഞാൻ മസാലയൊക്കെ പൊറ്റിക്കാണ്ട് എല്ലാം ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചിക്കാണേ. അത് ഒരു നേരത്തിന് പൊരിക്കാനുള്ളതുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരത്തിന് ആക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരത്താണല്ലോ കുഞ്ഞുട്ടിയും കുട്ടികളും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ഇപ്പോൾ ഉച്ചക്ക് എനിക്കും അജുവിനും ഒക്കെ ഉള്ളത് ഞാൻ ഒരു മുട്ട പൊരിച്ച് അഡ്ജസ്റ്റ് ആക്കിക്കണം കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് തീർത്തു. പിന്നത്തെ പണിയാണ് അലക്കൽ. അപ്പം ഇന്ന് രാവിലെ അലക്കാൻ ഇറങ്ങിയിട്ടില്ല ഇനി, കാരണം നല്ല മഴ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അലക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആകെ നനഞ്ഞ് പിണ്ടിയാവുമല്ലോ, അതുകൊണ്ട് ലാസ്റ്റിക്കാണ് അലക്കൽ വെച്ചത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഒരു വെയിൽ എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷെ മഴ ഒന്ന് മാറി നീന കേട്ടോ അലക്കൽ കഴിയണവരെ. ഇപ്പോൾ അകത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഫുള്ള് തുണികൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. ഫുള്ളെല്ലോടത്തും തോരണങ്ങൾ തൂക്കിയിരിക്കണം കേട്ടോ. ഇത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് പിന്നെ ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഇടൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറയലുണ്ട് അലമാരിയിൽ നിന്നൊന്നും വലിച്ചെടുത്ത് ഇടണ്ട, കാരണം ഇവിടെ എല്ലാം തന്നെ എല്ലാവരും ഉണ്ടാവും 5ഉം 6ഉം കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെക്കാനേ. അങ്ങനെ തോരടലൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ അടുക്കളയിൽ ഒരു അല്ലറ ചില്ലറ കുറച്ച് ക്ലീനിങ് പരിപാടികൾ കൂടി ബാക്കി കേട്ടോ. ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങുകൾ. അപ്പം അതും കൂടി അങ്ങോട്ട് ചെയ്ത് നമ്മുടെ രാവിലത്തെ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ സമയമായപ്പോഴത്തേനും സമയം 1 മണി ആവാനായിക്കണം കേട്ടോ. അതിനിടയ്ക്ക് പിന്നെ ഞാൻ ജനിക്കുട്ടനൊക്കെ ഒന്ന് ഉറക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനി. ജനിക്കുട്ടൻ അവൻ്റെ കഞ്ഞിടിയും കുളിയും നനയൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ജനിമോൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് എനിക്കിന്ന് ഉച്ചക്ക് ഉറങ്ങാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും എന്താ കിച്ചണിൽ കയറിയിരിക്കണേ. 4 മണിക്ക് കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു കക്കരിക്ക രാവിലെ ഞാൻ ജനിക്കുട്ടനൊന്ന് മുറിച്ചു കൊടുത്തില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കിയും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് ആദ്യം ഒന്ന് ഞാൻ കുനുകുന ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിരുന്നത്. ഈ ക്യാപ്സിക്കം മുമ്പ് എപ്പോഴോ കൊണ്ടുവന്ന് വെച്ചിൻ്റെ ബാക്കി ഉണ്ടായത് കൊണ്ട് ഇതിലങ്ങോട്ട് ഇട്ടു എന്നുള്ളൂ കേട്ടോ. എവിടെയെങ്കിലൊക്കെ ആക്കിയിട്ടാണ് തീർക്കേണ്ടത്. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു പീസ് കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിനും കുറുങ്ങനെ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവാളയും പിന്നെ കുക്കുംബർ ഉണ്ടായിരുന്നില്ല രാവിലത്തേൻ്റെ ബാക്കി, അപ്പോൾ അതും കൂടിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ മയോണൈസ് നമ്മുടെ ഹെൽത്തി മയോണൈസ് അല്ല കേട്ടോ, നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി സ്നാക്ക് എന്നൊന്നും പറയാൻ പറ്റൂല. മയോണൈസിന് ഹെൽത്തി ആക്കിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുറേ ആയി മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് പിന്നെ ആ മയോണൈസ് ഉണ്ടല്ലോ നമ്മുടെ ബാക്കി പച്ചക്കറികളില്ലേ കട്ട് ചെയ്തിട്ട് അതിൽക്കൂടെ കൂട്ടി ഇങ്ങോട്ട് മിക്സ് ആക്കി ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിക്കണേ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് സവാളയും തക്കാളിയും ഒക്കെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷെ മക്കൾക്ക് ഈ മയോണൈസിൽ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ ഉള്ള രീതിയിലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കൂലേ, അത് മുട്ടയും കുറച്ച് പഞ്ചസാരയും പാലൊക്കെ ചേർത്തിട്ട്, പാലിന് പകരം ഞാൻ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ പിന്നെ നമ്മൾ സാധാ ഒരിത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ആ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതിക്ക് ഞാൻ കുറച്ച്
കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. ചേർക്കണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇവിടെ ഉണ്ടായത് കൊണ്ട് ഓലെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ, ഓലെ ഇഷ്ടത്തിന് ഓൽക്ക് സ്കൂളിൽ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓൽക്ക് അങ്ങനെ സന്തോഷമാവട്ടെ. അപ്പോൾ ഞാൻ ഇത്തിരി കെച്ചപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത്, അപ്പോൾ കുറച്ച് കെച്ചപ്പ് മറ്റേ ബ്രെഡിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ നമ്മൾ ബാക്കി ഈ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ദാ ഈ ഒരു ബ്രെഡില്ലേ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കുക. ഇൻ്റെ മയോണൈസ് ഉണ്ടല്ലോ ഒരു ഇത്തിരി ലൂസാപ്പിക്കേഷൻ ഇനിയുണ്ടോ. പിന്നെ കൂടെ ഈ കുക്കുംബർ ഇല്ലേ, അതും കുറച്ച് വാട്ടർ കണ്ടന്റ് പോലെയാണല്ലോ. അതിലത്തെ വെള്ളം കൂടി വന്നിട്ട് അപ്പം ആകെ ഒരു വെള്ളം കളി മാതിരി ആയിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒലിച്ചിറങ്ങണ വെള്ളം അതിൽ തന്നെ നിന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡും കൂടി വെച്ചിതാ ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് കെച്ചപ്പൊക്കെ വെച്ച് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് അലങ്കാരപ്പണികളെക്കാൾ കൂടുതൽ അലങ്കോല പണികളാണല്ലോ അറിയുക. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല കേട്ടോ. എന്തായാലും സമയം 4 മണിയായി. മക്കൾ സ്കൂളിൽ വരുമ്പോൾ ഓൾക്ക് അങ്ങോട്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് സന്തോഷമാവട്ടെ എന്ന്. അപ്പം അങ്ങനെ നമ്മുടെ സ്നാക്കിൻ്റെ വൈബും പിടിച്ച് മഴയും വന്നിക്കണം കേട്ടോ. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിയണ വരെ കെച്ചപ്പും അതേപോലെ തന്നെ മയോണൈസും ഒക്കെ നക്കി തോത്തി നമ്മുടെ ജനിക്കുട്ടന് സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആയില്ലേ. അപ്പം ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.